UDFന്റെ 2 ഗ്യാരണ്ടികൾ ഉടനെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചു. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കും. എടത്തുരുത്തിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. എടത്തുരുത്തി അയ്യൻപടി സ്വദേശി കൊട്ടാരത്തിൽ വിട്ട് അനൂപിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. UDFന്റെ 2 ഗ്യാരണ്ടികൾ ഉടനെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചു. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കും. വയോജന വകുപ്പ് രാജ്യത്തെ ആദ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി സമൂഹം പരിഷ്കൃതമാകണമെങ്കിൽ മുതിർന്നവരെ സംരക്ഷിക്കണമെന്നും കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് കാലത്ത് UDF മുന്നോട്ട് വെച്ച 5 ഗ്യാരണ്ടികൾ നടപ്പിലാക്കുന്നു. ആദ്യപടിയായി ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യയാത്ര അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വ്യക്തമാക്കും. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ജൂൺ 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കും. രാജ്യത്ത് തന്നെ ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രത്യേക വയോജന വകുപ്പ് രൂപീകരിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു, എൻ്റെ അറിവിൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ വകുപ്പ് രൂപീകരിക്കുന്നത്. ഇതിനു പുറമെ താഴെത്തട്ടിൽ സേവനം അനുഷ്ഠിക്കുന്ന ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചു. ആശാ വർക്കർമാരുടെ ഓണററി 3000 രൂപയും അംഗൻവാടി ജീവനക്കാർ, സ്കൂൾ പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ആയമാർ എന്നിവരുടെ വേതനം 1000 രൂപ വീതവും ആദ്യഘട്ടമായി വർദ്ധിപ്പിച്ചു. പുതിയ നിയമസഭയുടെ ആദ്യ സമ്മേളനം 21-ന് ആരംഭിക്കും. സഭയിലെ മുതിർന്ന അംഗമായ G. സുധാകരനെ പ്രോടൈം സ്പീക്കറായി പ്രഖ്യാപിക്കാൻ മന്ത്രിസഭ ഗവർണറോട് ശുപാർശ ചെയ്തു. ജൈജു ബാബുവിനെ പുതിയ അഡ്വക്കേറ്റ് ജനറലായും T. അസഫ് അലിയെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായും നിയമിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. എടത്തുരുത്തിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. എടത്തുരുത്തി അയ്യൻപടി സ്വദേശി കൊട്ടാരത്തിൽ വിട്ടിൽ അനൂപിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. എടത്തുരുത്തി കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിന് സമീപം വട്ടുപുള്ളി വീട്ടിൽ അനീഷാണ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെ അനീഷും അനൂപും ഉൾപ്പെടെ 5 അംഗ സുഹൃത്തുക്കൾ അയ്യൻപടിയിലെ സുഹൃത്തിന്റെ വീട്ടിലിരുന്ന് മദ്യപിച്ചിരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങിയ ശേഷം രാത്രി 8 മണിയോടെ അനീഷും അനൂപും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ അനൂപ് അനീഷിനെ ആക്രമിക്കുകയും കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അനീഷിന്റെ വയറ്റിൽ കുത്തുകയുമായിരുന്നു. കുത്തേറ്റ അനീഷിന്റെ നിലവിളി കേട്ട് തൊട്ടടുത്ത് താമസിക്കുന്ന ജ്യേഷ്ഠൻ സന്തോഷും പരിസരവാസികളും ഓടിയെത്തി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പ്രതി അനൂപിനെ അയ്യൻപടി ഉന്നതിയിലെ ബന്ധുവീട്ടിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. അനൂപ് കയ്പമംഗലം, മതിലകം, കാട്ടൂർ പോലീസ് സ്റ്റേഷനുകളായി 5 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO ബിജിത്ത്, SIമാരായ പത്മരാജൻ, ജോഷ്യാർ, അജാസുദ്ദീൻ, CPO ഷിജു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണുള്ളത്. ചൊവ്വാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. മാള പഞ്ചായത്തിലെ 8ാം വാർഡ് മെമ്പർ ശോഭന ഗോകുൽനാഥന്റെ ഓണറ്റോറിയം ഉപയോഗപ്പെടുത്തി വാർഡിലെ 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ്.
പുതിയ അധ്യയന വർഷം തുടങ്ങുകയുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടെന്നുള്ള ഒരു കൈത്താങ്, അല്ല വലിപ്പ ചെറുപ്പില്ലാതെ ഒരു കൈത്താങ് എന്ന നിലയിൽ ഈ നമ്മുടെ പ്രിയങ്കരിയായ ശോഭനേച്ചി, 8ാം വാർഡ് പ്രിയപ്പെട്ട മെമ്പർ, നിങ്ങളെ പഠനത്തിന് സഹായിക്കുന്നതിന് വേണ്ടുന്നുള്ള പഠനോപകരണങ്ങളാണ് ഇന്ന് ഇവിടെ വിതരണം ചെയ്യുന്നത്. അതിന് എത്രമാത്രം എഫർട്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത്ര ശ്രദ്ധയോടുകൂടി എല്ലാവരെയും ഒന്നിപ്പിക്കാനും അവർക്ക് വേണ്ടുന്ന അടുത്ത കാലങ്ങളിൽ 27 വർഷത്തെ അധ്യയന വർഷത്തെ വേണ്ടുന്ന പുസ്തകങ്ങളെല്ലാം സജ്ജീകരിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി എഫർട്ട് എടുത്തിട്ടുണ്ടാവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാളയെ സംബന്ധിച്ച്, മാള ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് അടുത്ത അധ്യയന വർഷം, കഴിഞ്ഞ 5 വർഷത്തെ, ഈ വരുന്ന 5 വർഷത്തെ അധ്യയന വർഷത്തെക്കുറിച്ച് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോട് പറയുന്നുണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ആളൂർ ഡിവിഷൻ മെമ്പർ കാവ്യ രഞ്ജിത്ത് മുഖ്യാതിഥിയായി. ടി.കെ. ജിനേഷ് അധ്യക്ഷനായി. ടി.ആർ. സുഗിൽ, സൗമ്യ മഹേഷ്, സ്മിത തുടങ്ങിയവർ പ്രസംഗിച്ചു. കോണത്തുകുന്ന് പൈങ്ങോട് ചമയ ചങ്ങാതിക്കൂട്ടത്തിന്റെ ചമയോത്സവം വർണ്ണാഭമായി. പ്രസിഡന്റ് വിനോദ് കോവിലകത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി വാർഡ് മെമ്പർ MS രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. ഹരി തെക്കേടത്ത്, സരസ്വതി, ശ്രീലക്ഷ്മി, രമ്യ, പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. കേരള NGO അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ബ്രാഞ്ച് സത്യപ്രതിജ്ഞ നടത്തിയ UDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചു. ബ്രാഞ്ച് പ്രസിഡന്റ് രാംകുമാർ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. KSSPA ജില്ലാ കമ്മിറ്റി അംഗം EA ഷെരീഫ്, ജില്ലാ കൗൺസിൽ അംഗം മുരുകൻ, മനോജ്, സിദ്ദിഖ്, TU മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. UDF സർക്കാരിന്റെ സ്ഥാനാരോഹണത്തിലും മന്ത്രിസഭയിലുമെത്തിയ കൊടുങ്ങല്ലൂർ MLA OJ ജനീഷിന്റെ സത്യപ്രതിജ്ഞയിലും ആഹ്ലാദം പങ്കിട്ട് കൊടുങ്ങല്ലൂരിലെ UDF പ്രവർത്തകർ പടക്കം പൊട്ടിച്ചും പായസം വിതരണം ചെയ്തും പ്രവർത്തകർ സത്യപ്രതിജ്ഞ ആഘോഷമാക്കി. KP സുനിൽകുമാർ, ദിലീപ് ഗാദി, PU സുരേഷ് കുമാർ, സുനിൽ കളരിക്കൽ, ഡിൽഷൻ കൊട്ടേക്കാട്, കവിത മധു, മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അഷ്ടമിച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. യജ്ഞാചാര്യൻ മുൻ ഗുരുവായൂർ മേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി, കലിയത്ത് പരമേശ്വരൻ നമ്പൂതിരി, ക്ഷേത്രം തന്ത്രി കിഴക്കനിയടത്ത് മന നാരായണൻ നമ്പൂതിരി, പാമ്പുമേക്കാട്ടുമന ശങ്കരൻ നമ്പൂതിരി എന്നിവരെ സപ്താഹ വേദിയിലേക്ക് ആനയിച്ചു. തുടർന്ന് ദീപാരാധന, ഭദ്രദീപം തെളിയിക്കൽ, ഗ്രന്ഥപ്രതിഷ്ഠ, ആചാര്യവരണം, ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം എന്നിവ നടന്നു. മെയ് 24 വരെയാണ് സപ്താഹ യജ്ഞം. മാടവന മരണാനന്തര സഹായക സംഘത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിട ഉദ്ഘാടനം നിയുക്ത കയ്പമംഗലം MLA KK വത്സരാജ് നിർവഹിച്ചു. മാടവന മരണാനന്തര സഹായ സംഘം പ്രസിഡന്റ് VG മോഹനൻ അധ്യക്ഷത വഹിച്ചു. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ മുഖ്യാതിഥിയായിരുന്നു. എറിയാട് ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ ഷീബ പ്രസാദ്, മാടവന മരണാനന്തര സഹായ സംഘം മുൻ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ, അജേഷ് തൈത്തറ, PS ഉണ്ണികൃഷ്ണൻ, KR ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടപ്പുറത്ത് 21 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കോട്ട കപ്പേള റോഡ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ കൊച്ചി ത്രേസ്യ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസോജ ഹരിദാസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM രതീഷ്, കൗൺസിലർമാരായ MK സഗീർ, ഷൈബി ജോസഫ്, മുൻ കൗൺസിലർ ഫ്രാൻസിസ് ബേക്കൺ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും മറ്റും വിൽപ്പന നടത്താനായി സൂക്ഷിച്ച ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി അസദുൽ ഇസ്ലാം എന്നയാളെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മുരിങ്ങൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നുമാണ് പോലീസ് സംഘം ഇയാളെ ഹെറോയിനുമായി പിടികൂടിയത്. പ്രതിക്കെതിരെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് കൂടി കൂട്ടിച്ചേർത്ത് കേസെടുത്തു. ചാലക്കുടി നഗരസഭ 35ാം വാർഡിലെ വെട്ടിശ്ശേരി കുളം വൃത്തിയാക്കി. മാലിന്യം നിറഞ്ഞ് വൃത്തിഹീനമായി കിടന്ന കുളം വാർഡ് കൗൺസിലർ ജിൽ ആന്റണിയുടെ നേതൃത്വത്തിലാണ് വൃത്തിയാക്കിയത്. കാലങ്ങളായി മാലിന്യം നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു കുളം. മുൻ കൗൺസിലർ PM ശ്രീധരന്റെ കാലത്താണ് ലക്ഷങ്ങൾ ചിലവിട്ട് നാട്ടുകാർക്കായി കുളം നവീകരിച്ചത്. എന്നാൽ പിന്നീട് കുളത്തിന്റെ പരിപാലനം ഇല്ലാതായി. മാലിന്യം നിക്ഷേപിച്ച് തുടങ്ങിയതോടെ കുളം നാശത്തിന്റെ വക്കിലായി. ഈ കുളമാണ് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ നാട്ടുകാരും തൊഴിലുറപ്പ് തൊഴിലാളികളും നഗരസഭ ജീവനക്കാരും ചേർന്ന് വൃത്തിയാക്കിയത്. EK ശശിധരൻ, റാഫി പട്ടത്ത്, ഓമന മോഹനൻ, ഹരീഷ് കൊടക്കാട്ടിൽ, ബിജു മേനോഞ്ചേരി, ജിഷ്ണു വേലായുധൻ എന്നിവരുമുണ്ടായിരുന്നു.
ക്ഷേത്രങ്ങളിലെ കഴകൻ ജോലി കഴക സമുദായങ്ങൾക്ക് തന്നെ നൽകണമെന്നും സംവരണ പരിധി 8 ലക്ഷം രൂപയായി ഉയർത്തണമെന്നും വെളുത്തെടുത്ത് നായർ സർവീസ് സൊസൈറ്റിയുടെ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സംഘടനയുടെ ജില്ലാ സമ്മേളനം കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സുബേഷ് സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ മിനി ദാസൻ, സംസ്ഥാന സെക്രട്ടറി ജയേഷ്, സംസ്ഥാന ട്രഷറർ നിഷ ജയേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറി PT വിനയചന്ദ്രൻ, VN രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കാടുകുറ്റി പഞ്ചായത്തിലെ ചെറുവാളൂർ വാർഡിൽ എന്റെ ഭവനം ശുചിത്വ ഭവനം ക്യാമ്പയിന് തുടക്കമായി. പോസ്റ്റ് ഓഫീസിൽ ജംഗ്ഷനിൽ നടന്ന പരിപാടി വാർഡ് മെമ്പർ ബാബു നമ്പാടൻ ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KM മഞ്ജേഷ് അധ്യക്ഷനായി. പ്രിൻസി ഫ്രാൻസിസ്, ലിജി അനിൽ, മെബിൾസ് ജോർജ്, B ഐഷ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ താലൂക്ക് സംഗമം നടത്തി. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് CD പോൾസൺ അധ്യക്ഷനായി. NS വിദ്യാധരൻ, UK പ്രഭാകരൻ, PK രത്നകുമാർ, VK ഷാജി, മോളി ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. ലൈബ്രറി പ്രവർത്തകരായ ജനപ്രതിനിധികളെ യോഗത്തിൽ ആദരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDFന്റെ 2 ഗ്യാരണ്ടികൾ ഉടനെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചു. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കും. എടത്തുരുത്തിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. എടത്തുരുത്തി അയ്യൻപടി സ്വദേശി കൊട്ടാരത്തിൽ വീട്ടിൽ അനൂപിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.